പ്രിയപ്പെട്ട മിഥുനം രാശിക്കാരെ, നിങ്ങൾക്ക് ഈ മാസം പൊതുവായി വളരെ നല്ല അനുഭവങ്ങളാണ് കാണുന്നത്. സാമ്പത്തികം, ജോലി, വസ്തു, പഠനം, ബിസിനസ്, കുടുംബം, വിവാഹം എന്നീ വിഷയങ്ങളിൽ പൊതുവെ അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. ആരോഗ്യ കാര്യങ്ങളിൽ മാത്രമാണ് ചില പ്രതികൂല ഫലങ്ങൾ കാണുന്നത്. മിഥുനം രാശിക്കാരായ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രയാസം നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾക്കെതിരായി തന്നെ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രഹസ്യമാക്കി സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. അത് രഹസ്യമായി തന്നെ മറ്റുള്ളവരോട് പറഞ്ഞാലും അത് പരസ്യമായി നിങ്ങൾക്കെതിരെ തിരിച്ചു വരും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങളുടെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് നൽകുക. ഇനി നമ്മൾക്ക് ഓരോ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിക്കാം. മിഥുനം രാശിക്കാർക്ക് സാമ്പത്തികമായി വളരെ ഗുണമുള്ള ഒരു മാസം തന്നെയാണ്. നിങ്ങളുടെ ആസ്തികളിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകും. നിക്ഷേപങ്ങളും ആസ്തികളും മെച്യൂരിറ്റിയിലെത്തി അതിൻ്റെ വരുമാനം തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് പറയാം. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ആഗ്രഹിക്കുന്ന വസ്തു അല്പം കടം എടുത്തിട്ടാണ് എങ്കിലും വാങ്ങുവാൻ സാധിക്കും. നിങ്ങളുടെ വസ്തു വിൽക്കാനുള്ള ആഗ്രഹങ്ങളും സഫലമായി തീരും. മിഥുനം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കുവാനും അവരുടെ സ്കില്ലിനും അഭിരുചിക്കും അനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും സാധിക്കും. സ്വദേശത്തേക്കാൾ അല്പം നല്ലത് വിദേശത്ത് ആണ് കാണുന്നത്. ജാതകത്തിലും അനുകൂലമായിട്ടുള്ള സമയമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിദേശത്ത് പോകാവുന്നതാണ്. ജോലി സംബന്ധമായ വിഷയങ്ങളിൽ അല്പം കഠിനാധ്വാനം ആവശ്യമായി വരും എങ്കിലും പ്രതിരോധങ്ങളെയും ശത്രുക്കളെയും അവരുടെ ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ചില പാഠങ്ങൾ ഈ മാസം ജോലിയിലൂടെ വരുവാനുള്ള സാധ്യതകളുണ്ട്. ബുദ്ധിമുട്ടിലൂടെയും പ്രയാസങ്ങളിലൂടെയും അത് പാഠങ്ങളായി കരുതിക്കൊണ്ട് തീർച്ചയായിട്ടും മുന്നേറുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകുമെന്ന് പറയാം. അതുപോലെ തന്നെ ജോലിയിൽ ചില അസ്വാഭാവികതകളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും വരാൻ ഇടയുണ്ട്. അതിനെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മിഥുനം രാശിക്കാർക്ക് നല്ല ഒരു മാസമാണ്. ഫാമിംഗ്, അഗ്രികൾച്ചർ, ഫുഡ്, അതുപോലെ കാറ്ററിംഗ്, ഹോട്ടൽ തുടങ്ങിയ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ആരംഭിക്കുന്ന മിഥുനം രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയം. കുടുംബം ആയി ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കുടുംബത്തിലെ അംഗസംഖ്യ വർദ്ധിക്കുവാനും സന്താനങ്ങളിലൂടെ ഗുണഫലം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ ബിസിനസ്, ജോലി, പഠനം, മറ്റ് സാമ്പത്തിക വിഷയങ്ങളിൽ ഉണ്ടാകുവാനും വളരെയധികം സാധ്യതയുണ്ട്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വന്തം കുടുംബ ബന്ധങ്ങളുടെ സർക്കിളിൽ വെച്ചോ സുഹൃത്തുക്കളുടെ സർക്കിളിൽ ഉള്ള ആരെങ്കിലുമായോ വധുവായി വരുവാൻ സാധ്യത ഉണ്ട്. സന്താന ഭാഗ്യത്തിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനും ഭാഗ്യം ഉണ്ടായിത്തീരും. മിഥുനം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ആരോഗ്യപരമായി ജീവിതശൈലി കൊണ്ടുള്ള പ്രയാസങ്ങൾ, അലസത, അതുപോലെ തന്നെ ചെറിയ ചെറിയ അപകടങ്ങളിലൂടെ ആശുപത്രിവാസം എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീർച്ചയായും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മാസത്തെ പരിഹാരം ആയിട്ട് പറയുവാനുള്ളത് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും ദേവിക്ക് നിങ്ങളുടെ യഥാശക്തി കഴിവിനനുസരിച്ച് സമർപ്പണം ചെയ്യുന്നതും നല്ല ഒരു പരിഹാരമാണ്. നിത്യേനയുള്ള പ്രാണായാമം, യോഗ, ധ്യാനം, ജപം എന്നിവ ശീലിക്കുന്നതും ഉത്തമമായിട്ടുള്ള മാർഗമാണ്. ഇത്രയുമാണ് ഈ മാസത്തെ ഫലങ്ങളും പരിഹാരങ്ങളുമായിട്ട് മിഥുനം രാശിക്കാർക്ക് പറയുവാനുള്ളത്.
ഏവർക്കും നല്ല ഒരു സെപ്റ്റംബർ മാസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.